പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പണ്ട് ഇപ്പം അമ്മേൻ്റെ അമ്മ ഒക്കെ ഉള്ള കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു കറിയായിരുന്നു. അതായത് നമ്മളെ നല്ല പച്ചമാങ്ങ ഉണ്ട്. ഇതിപ്പോൾ നല്ല തനി നാടൻ പച്ചമാങ്ങയാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ നമ്മളെ തറവാട് വീടിൻ്റെ ആ ഒരു മുറ്റത്തുള്ള മാവിൻ്റെ നല്ല നാടൻ മാങ്ങയാണ്, അതാണ് എടുത്തത്. അപ്പോൾ ആ ഒരു മാങ്ങയുള്ള പച്ചമാങ്ങ മാത്രം ചേർത്തിട്ടുള്ള കറി, പിന്നെ വൻപയർ തേങ്ങ വെച്ച തോരണ്ട്, പിന്നെ നാടൻ കോഴിമുട്ട വറുത്തത്, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്ന് തനിയൊരു നാടൻ രീതിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പോൾ ഏതായാലും രാവിലെ ആയി, വെളിച്ചം വീണ് തുടങ്ങി. അപ്പം ഞങ്ങൾ ഏതായാലും കറീൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങുകയാണ്. ഒരു 8 മണി ഇങ്ങനെ ആയിട്ടുണ്ട്. 8 മണി ഇങ്ങനെ കഴിയുന്നതോടുകൂടി തന്നെ ഞങ്ങൾ കറീൻ്റെ കാര്യങ്ങൾ തുടങ്ങും. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ, ഇത് നമ്മളെ തറവാട്ട് വീട്ടിൽ നിന്ന്, പന്തലൂരിലെ തറവാട്ട് വീട്ടിൽ നിന്ന് അവിടെ മുറ്റത്തെ മാവിൻ്റെ മാങ്ങയാണ്. നല്ല പുളിയൊക്കെ ഉള്ള മാങ്ങ തന്നെയാണ്. അപ്പോൾ നമുക്ക് പരിപ്പിട്ടാണ് പോരെ. അപ്പോൾ പരിപ്പ് നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കുകയാണ്. അതവിടെ വേവട്ടെ. അപ്പോൾ നമുക്ക് മാങ്ങ ചെത്തി, അതിന് അത്യാവശ്യം മാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി നുറുക്കി എടുക്കണം. നുറുക്കല്ല, നമ്മളിങ്ങനെ കൊത്തി ഇങ്ങനെ ഇടുകയാണ്. അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുക്കുക. ഇപ്പം ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് നമുക്കൊരു കറിയാണ്. അമ്മ ആ ഒരു പഴയ കറിയൊക്കെ ഒന്ന് ഓർത്തെടുത്ത്, അത് അമ്മേൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു കറി ഓർത്തെടുത്ത് നമ്മൾ, അതാണ് ഇപ്പം ഇന്ന്. മാങ്ങ മാത്രം ഇതുവരെയായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ കറി. അന്നൊക്കെ ഇത് കൂടുതലായിട്ട് ഈ രീതിയിലുള്ള കറി ഉണ്ടാക്കിയിരുന്നാണ് പറഞ്ഞത്. നമ്മളിത് കണ്ടോ, ഇങ്ങനെ കൊത്തിയുണ്ടിടാം. അങ്ങനെ എന്തായാലും മാങ്ങ വേവും. പറ്റ ചെറുതാക്കി നുറുക്കി അങ്ങനെ ഉണ്ടല്ലോ, കറിയല്ലേ. വെള്ളരിക്ക ചക്കക്കുരു ഒക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇത് മാത്രമാകുമ്പോൾ ആ ഒരു നല്ലൊരു പുളിയൊക്കെ ആയിട്ട് രസമാണത്. നമ്മളതിലേക്ക് അരയ്ക്കാനുള്ള തേങ്ങ, പിന്നെ ഇതാ കഴുകിയെടുത്തതാണ്. ഈ ചട്ടിയിലാണ്, നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ആദ്യം ഈ തേങ്ങ ചിരകിയത് അത് അരച്ചു വെക്കണം. അതിലേക്ക് നമുക്ക് ചെറിയ ജീരകവും ചേർത്തിട്ടാണ് അരച്ചു വെക്കുന്നത്. പിന്നെ ഈ മാങ്ങ നുറുക്കിയത്, അതായത് നമ്മൾ ഇങ്ങനെ കൊത്തി നുറുക്കിയത്, അത് ചട്ടിയിലിട്ടിട്ട് ഇനി നമുക്ക് കറീൻ്റെ കാര്യങ്ങൾ തുടങ്ങാം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പരിപ്പ് ഒരു 3 വിസിൽ കൂക്കി ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ അതിൽ ഒഴിച്ച്, ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ്, അത് ചേർത്ത് ഇനി ഒന്നിട്ട് വേവിച്ചെടുക്കാം. ഇനി പെട്ടെന്ന് വേവും. അതൊക്കെ വെന്തു, വെള്ളമൊക്കെ പാകത്തിന് തന്നെയാണ്. നമുക്ക് അരച്ച് ചേർക്കാം. കഴിക്കാൻ നേരത്തേക്ക് പാകമായിരിക്കും വെള്ളം. പിന്നെ ഇപ്പോൾ ഏതായാലും ഈ ഒരു കറീൻ്റെ ഒന്ന് നോക്കട്ടെ ഞാനിന്ന്. കറി നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല പുളിയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കറി ആദ്യമായിട്ടാണ് ഇങ്ങനെ, നമ്മൾ വെള്ളരിക്കൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കഴിക്കുമല്ലോ, വെള്ളരിക്കും മാങ്ങയൊക്കെ ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട്. പക്ഷെ ഇതിങ്ങനെ മാങ്ങ മാത്രം ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി നമുക്ക് അതിലേക്ക് വറുത്തിടണം. നമ്മൾ പഴുത്ത മാങ്ങേണ്ടൊക്കെ കറി വയ്ക്കുമല്ലോ, അതേപോലെ വെളിച്ചെണ്ണ ചൂടായി നമ്മൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില,
അപ്പോൾ നമ്മളെ പച്ചമാങ്ങ കൂട്ടാൻ അത് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത വൻപയർ, പിന്നെ അതിലേക്ക് ചതയ്ക്കാനുള്ളത് ഇതാ പച്ചമുളക്, തേങ്ങ, കറിവേപ്പില അത് ചതച്ച് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചട്ടി വയ്ക്കുകയാണ്. നമ്മൾ ഒരു 3 വിസിൽ കൂക്കി വൻപയർ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് ഒന്നിട്ട് താളിച്ച് നമുക്ക് ഈ വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞ് വൻപയർ നല്ല വെന്താണ് അതൊന്ന് ചേർത്ത് ഇളക്കാം. ഇനി ചതച്ചത് ചേർക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ. ഉപ്പ് നമ്മൾ ഇട്ടിട്ടാണ് വേവിച്ചത്, അപ്പം അതുകൊണ്ട് ഉപ്പുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഈ ചതച്ചത് ചേർക്കുമ്പോൾ. എനിക്കിഷ്ടപ്പെട്ട ഒരു തോരനാണിത്, വൻപയർ തോരൻ. അപ്പോൾ നമ്മൾ കറിയും ഇവിടെ ആയി, നമ്മളെ വൻപയർ തോരൻ തേങ്ങയൊക്കെ ചതച്ച തോരനുമായി. ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നല്ലൊരു അതായത് കോഴിമുട്ട, നാടൻ കോഴിമുട്ട വറക്കൽ. അതിപ്പോൾ ഓംലെറ്റ് പോലെ എങ്ങനെ വെച്ചാൽ അപ്പം നോക്കട്ടെ, അതിനനുസരിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഇവർ കഴിക്കാൻ നേരത്തെ 11:30 മണി നേരത്ത്. അപ്പോൾ നേരം 10:30 ആയിട്ടുള്ളൂ. അപ്പോൾ 11:30 മണിക്ക് വേണം അത് ഉണ്ടാക്കാൻ. അപ്പോൾ പിന്നെ അത് കഴിയുമ്പോഴേക്ക് ഊണ് കഴിക്കാനായല്ലോ. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ ഇനിയിപ്പോൾ അതെ. അപ്പോൾ നമ്മൾ നാടൻ കോഴിമുട്ട 2 കുരുമുളക് പൊടി അതാണ് ചേർക്കുന്നത്, അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഉപ്പും. അപ്പോൾ ഇതാണ് എരിവിന് കുരുമുളക് പൊടി. അങ്ങനെ നല്ല ഇഷ്ടമാണ് ഞാനത്. ഒരു ഉള്ളി പച്ചമുളകൊന്നും ചേർക്കാതെ ഇതിങ്ങനെ. ഇനിയിപ്പോൾ നമ്മൾ ദോശ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ദോശ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ പാർന്ന് നല്ല പോലെ ഒക്കെ തേച്ചെടുത്തതാണ്. തൽക്കാലം നമുക്ക് ഇതങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഷേപ്പൊന്നും പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ മതി, നമ്മൾ വീട്ടിൽ കഴിക്കാനില്ല. അപ്പോൾ പിന്നെ നേരെ ഇങ്ങനെ പാർന്നെടുത്താൽ മതി. അപ്പോൾ ഒന്ന്, പിന്നെ രണ്ടാമത്തെ 2 അപ്പോൾ നമുക്ക് അതിവിടെ ആയി. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, ഇങ്ങനെ ആക്കി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അപ്പം പോലെ നമ്മൾ ഇങ്ങനെ കുറച്ച് കട്ടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഷേപ്പ് പിന്നെ പ്രശ്നമില്ലല്ലോ, വീട്ടിൽ തന്നെയല്ലേ. അപ്പോൾ അതാണ് അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഊണ് കഴിക്കായി. ഇനി നമ്മളെ കറി കൊടുക്കാം. നമ്മളെ പച്ചമാങ്ങ തേങ്ങ അരച്ച കറി, പിന്നെ വൻപയർ തോരൻ, പിന്നെ അമ്മയ്ക്കിതാ മുട്ട വറുത്തത്. അപ്പം അങ്ങനെയാണ് ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കറി. പിന്നെ എല്ലാ വിഭവങ്ങളും അതെ, മറ്റ് 2 വിഭവങ്ങളും അതെ, രസമാണിത്. ഊണിന് പറ്റിയ വിഭവങ്ങൾ തന്നെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.